മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ പാർലമെന്റിൽ ഉപനിഷത്തിലെ ഒരു വരി എഴുതിയിട്ടുണ്ട്, സത്യമേവ ജയതി. യഥാർത്ഥത്തിൽ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ വരി തെറ്റാണ്. എന്തുകൊണ്ട് തെറ്ററിയോ? അത് മാത്രമായിട്ട് എടുത്ത് കൂട്ടി ചെയ്തത് കൊണ്ടാണ് അത് തെറ്റ്. അതിനോട് കൂടി ചേരേണ്ട 3 പാദങ്ങൾ കൂടിയുണ്ട്. ഈ 2 പാദം ഭംഗിയായിട്ടുണ്ട്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥ വിദതോ ദേവയാന. ഇത്രയും ചേർത്താലേ ഉപനിഷത്തിന്റെയും വേദത്തിന്റെയും വരികൾ പൂർണ്ണമാവുള്ളൂ. സത്യമേവ ജയതേ. സത്യം എന്ന് വെച്ചാൽ ട്രൂത്ത്, ഫാക്ട്, എസൻസ്. സത്യം എന്ന് പറയുന്നത് ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ഏവ ജയതേ. ഓൺലി ദ ട്രൂത്ത്, ഫാക്ട് ആൻഡ് എസൻസ് വിൽ ബി triumphing, will be successful. നാനൃതം. Lie will never be successful. ഒരിക്കലും അസത്യം അതുപോലെ തന്നെ നുണ വിജയിക്കില്ല. സത്യേന പന്ഥാ വിദതോ ദേവയാന. ഈശ്വരീയമായ പന്ഥാവ് എന്ന് പറയുന്നത് സത്യത്തിന്റെ പന്ഥാവാണ്. ഈശ്വരീയ വിദതോ ദേവയാന, ദേവന്മാരുടെ ആ വഴിയാണ് സത്യത്തിന്റെ വഴി എന്ന് പറയുന്നത്. ഈശ്വരൻ, ഐശ്വര്യത്തിന് നിദാനമായ വഴിയാണ് സത്യത്തിന്റെ വഴി. ഇതൊരു ഉപനിഷത്തിലെ വരിയാണ്. ഇനി തിരിച്ചു വരാം. ഇന്നത്തെ മാതൃഭൂമിയിൽ പോലീസ് ഡയറക്ടർ ജനറൽ ആയിരുന്ന ശ്രീ സെൻകുമാറിന്റെ ചിരിച്ചുകൊണ്ട് ചിരിഞ്ഞിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ ഞാൻ കാണുകയുണ്ടായി, ടിവിയിലെല്ലാം, ഇന്ന് പത്രത്തിലും. കീഴ്ക്കോടതികളെ രണ്ടും സെൻകുമാറിനെ അതിനിശിതമായിട്ട് വിമർശിച്ച് അദ്ദേഹത്തിന്റെ കേസ് തള്ളി. കഴിഞ്ഞ 11 മാസമായിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പേക്കൂത്തുകള്, ആ പേക്കൂത്തുകള് യോഗ്യതയില്ലാത്തവർ യോഗ്യതയില്ലാത്ത കസേരയിൽ കയറിയിരുന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പത്രമാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിവരിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് സാധിക്കുന്നു. ഇന്നത്തെ മാതൃഭൂമി മുഴുവനും സെൻകുമാറായിരുന്നു. ഇന്നലത്തെ മാതൃഭൂമി മുഴുവനും മണിയുടെ ആയിരുന്നു, ഇലക്ട്രിസിറ്റി മിനിസ്റ്ററുടെ ആയിരുന്നു. മിനിഞ്ഞാന്നത്തെ മാതൃഭൂമി കുരിശായിരുന്നു. അതില് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, കുരിശ് തൊട്ട് കളിക്കാൻ വരുന്നവർ വേറെ പണി നോക്കണമെന്ന്. അതിനു മുമ്പിലത്തെ ദിവസം JCB ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് സ്ഥലം കയ്യേറിയവരെ തിരിച്ചു പിടിക്കലായിരുന്നു. 5, 6, 7 ദിവസം കൊണ്ട് ഒരു ചെറിയ സംസ്ഥാനത്ത് നടക്കുന്നതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയും നിറഞ്ഞു വരുമ്പോ ഇന്നത്തെ ദിവസം, ഈ 5 ദിവസത്തിലെ അവസാനത്തെ ദിവസമായിട്ടുള്ള ഇന്ന ദിവസം സെൻകുമാറിനെ കുറിച്ച് ശ്രീ സെൻകുമാറിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന വരികളും അസാധാരണമായിട്ടുള്ള കമന്റുകളും മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയലും എല്ലാം ഒരു നല്ല ബുദ്ധിമാനായ, സത്യസന്ധനായ, നീതിമാനായ, ധർമ്മബോധമുള്ള ഒരു വ്യക്തി അധർമ്മം ചെയ്യുന്ന ലോകത്തോട് വിവരിച്ചു പറയുന്ന മാതിരിയുള്ള വിവരണങ്ങളായിരുന്നു. യഥാർത്ഥത്തില് ഇത്രയെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തൊരു വർഗം ശരിക്കും അത്ഭുതം തോന്നുന്നു. അതേസമയത്ത് വിജയിച്ചപ്പോൾ സെൻകുമാർ പറഞ്ഞ വരികൾ ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല, വേണമെങ്കിൽ ആ പേപ്പർ എടുത്ത് വായിക്കാമായിരുന്നു. നിങ്ങൾ ധാരാളം പേര് വായിക്കുന്നുണ്ടാവും. സത്യത്തിന്റെ വഴി അത് ജയിച്ചു എന്ന് മാത്രമല്ല, മറ്റ് 2 കീഴ്ക്കോടതികളുടെ വിധിയെ ക്വാഷ് ചെയ്യൽ മാത്രമല്ല ചെയ്തത്, അതിനെ ക്യാൻസൽ ചെയ്യൽ മാത്രമല്ല ചെയ്തത്, അതിശക്തമായ രീതിയിൽ ഒരു കോടതി വിധി ഭാവികാല ഭാരതത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭരണ സംവിധാനത്തോട്, നിയമപാലകരോടുള്ള ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള പ്രവൃത്തിക്കെതിരെ വെച്ചു കൊടുത്ത ഒരു വാള്. അശ്വത്ഥമേനം സുവിരൂഢമൂലം
അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, ബോണ്ടേജ് ഇല്ലാത്ത ഒരു വാളുകൊണ്ട് വെട്ടിമുറിക്കണം തിന്മകളെ. തിന്മകൾ സ്വീകരിക്കുന്ന വഴികളെ വെട്ടിമുറിക്കണം. തിന്മകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ വെട്ടിമുറിക്കണം. തിന്മ ചെയ്യുന്നവരെ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് വെട്ടിമുറിച്ച് മാറ്റണം. ഗംഭീരമായിട്ടുള്ള വരിയാണ് ഭഗവത്ഗീതയിലെ ആ വരികൾ. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേന ദൃഢേന ചിത്വ. നല്ല രസാണ്. എത്രയാ വ്യാഖ്യാനങ്ങളെ അറിയോ. ആ സെൻകുമാറിന് ആ കസേരയിൽ തിരിച്ചിരുത്തിയോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. മറിച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതം. ഇന്നലെ രമേശ് ചെന്നിത്തല ടി.വിയിൽ പറയുന്ന വരി കേട്ടു. 15 മിനിറ്റാണ് ഏഷ്യാനെറ്റില് 15 മിനിറ്റ് ഒരു വാർത്തക്കിടയ്ക്ക് രമേശ് ചെന്നിത്തല പേപ്പർ വെച്ച് വായിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. ഇത്ര പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പൂർവ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ വസ്തുതകൾ, അദ്ദേഹം ആരുമാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാവട്ടെ, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ സത്യസന്ധമാണല്ലോ. ഏതെല്ലാം ആരോപണങ്ങളിലൂടെയാണോ തനിക്കിഷ്ടമില്ലാത്ത സെൻകുമാറിനെ ഇന്നത്തെ ഭരണ സംവിധാനക്കാർ തൂത്തെറിഞ്ഞ് ഒരുപക്ഷെ മുറ്റമടിച്ച് ചാണകവെള്ളം തളിക്കുന്ന വൃത്തികേടിന്റെ രീതിയിൽ ചെയ്തത് ശുദ്ധീകരണമല്ല. നിങ്ങളിൽ പലരും ധരിക്കുന്നു സെൻകുമാർ കോൺഗ്രസ്സുകാരന്റെ ആളാണെന്ന്. അല്ല, അദ്ദേഹം ബി.ജെ.പിയുടെ ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അധികകാലം വേണ്ടി വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിയമസഭയില് ചോദിക്കേണ്ടവർ ചോദിച്ചപ്പോൾ ഉത്തരം കൊടുക്കേണ്ടവർ ഉത്തരം കൊടുത്തത്. അറിയാൻ ശ്രമിക്കുക. ആരെന്ത് ചെയ്താലും ഇത്രയും നാറുന്ന ഒരവസ്ഥ തുടർച്ചയായിട്ട് നാറുകയാണ്. 11 മാസമായിട്ട്. അതിൽ കഴിഞ്ഞ 7-8 മാസമായിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുന്ന ഒരു വരിയുണ്ട്. ജിഷ്ണുവിന്റെ അമ്മ മഹിജയോട് എന്ത് നേടിയെന്ന്. ഇതേ ചോദ്യം തിരിച്ച് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ എന്താ വരിക? ഈ 11 മാസം കൊണ്ട് ഇവിടെ എന്ത് നേടി, എന്ത് ചെയ്തു? ഒരു പ്രോബ്ലം, അടുത്ത പ്രോബ്ലം, അടുത്ത പ്രോബ്ലം. എല്ലാം ഉപദേഷ്ടാക്കളാ. ഹാർവാർഡിൽ നിന്ന് വന്ന ഉപദേഷ്ടാക്കള്. എന്നെ ഉപദേശിക്കാൻ ഒരാളുണ്ടെങ്കിൽ അയാൾ പറയുന്ന ഉപദേശം കേൾക്കാൻ പാകത്തിന് നിലവാരവും കൂടി എനിക്ക് വേണ്ടേ? IAS-കാരനെ പിടിച്ച് 4ാം ക്ലാസ്സുകാരന്റെ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉപദേഷ്ടാവാക്കിയാൽ എങ്ങനെയാ ആ കുട്ടിക്ക് മനസ്സിലാവുക? സദസ്സിനെയും പൊതുജനത്തെയും പത്രമാധ്യമങ്ങളെയും സമൂഹത്തെയും അഭിമുഖീകരിക്കുന്നത് ഉപദേഷ്ടാക്കളല്ലല്ലോ, ഉപദേശം സ്വീകരിക്കുന്നവരല്ലേ. അത് പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ, ശരിക്കും വിവേകവും വിവേകശൂന്യവും പോലും തിരിച്ചറിയാതെ, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എന്ത് വേണമെങ്കിലും റോട്ടിലോ വഴിയിലോ സദസ്സിലോ സ്റ്റേജിലോ കയറി പറയാം. അങ്ങനെയല്ലല്ലോ ഇവരെല്ലാം. ഭരിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാത്തിനെയും മാറ്റാമെന്ന് പറഞ്ഞ് വന്നവർക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് മടക്കി കുത്താൻ പോലും സമയം 11 മാസമായിട്ട് കിട്ടിയിട്ടില്ല. പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ ഏതെങ്കിലും ഒരെണ്ണം ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുകയോ കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി. 20,000 വീടുകളുടെ സാങ്ഷൻ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇവിടെ അറിഞ്ഞിട്ടില്ല. 32,000 കോടി രൂപയിൽ 11,000 കോടി ഉപയോഗിച്ചു, ബാക്കിയുള്ളത് ലാപ്സായി. എന്ത് ഗംഭീരായിട്ടാ ഓരോ ഉപദേശികൾ വരുന്നത്. ആ ഉപദേശികളുടെ ശമ്പളം എത്രയാ? എന്നിട്ട് ആ ഉപദേശികൾ പറയുന്നത് കേട്ട് ഓർമ്മ വെച്ച് പറയേണ്ട സമയത്ത് പറയുന്നതാണോ? കുരിശ് തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഈ സമുദായക്കാരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തന്നെ വിചിത്രമായിട്ടുള്ള ഒരു കമന്റ് അല്ലേ അത്? ഇപ്പൊ വേണ്ടപ്പെട്ട സമുദായക്കാരെ എന്ത് ചെയ്താലും, ഏത് ഗവൺമെന്റ് ലാൻഡ് സ്വീകരിച്ചാലും, ഒരു കയ്യേറിയാലും ഒരു പ്രശ്നവും ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഏതായാലും ശ്രീ സെൻകുമാർ സാറിന്റെ ആ വിജയം അഭിമാനത്തോടുകൂടി ഭാരതത്തിന് മുഴുവനും നിയമവ്യവസ്ഥകളില് ഉജ്ജ്വലമായിട്ടുള്ള മാർഗനിർദ്ദേശമാകട്ടെ. മെയ് മാസം അവസാനത്തിൽ അദ്ദേഹം വിരമിക്കുന്നു. അദ്ദേഹം എവിടെ ഇരിക്കുന്നു, ഇരിക്കുന്നില്ല എന്നുള്ളതല്ല,
ആ ചെയ്തതും ചെയ്യിപ്പിച്ചതും പറഞ്ഞതും പറയിപ്പിച്ചതും. ഒരു പക്ഷേ ചില വ്യക്തികൾ അവനവന് പ്രയോജനമുള്ള മാതിരി ജീവിക്കുന്നു, ചില വ്യക്തികളുടെ ജീവിതം അവനവന്റെ കുടുംബത്തിന് പ്രയോജനമുള്ള രീതിയിലാണ്, ചില വ്യക്തികളുടെ ജീവിതം ഒരു ചെറിയ വിഭാഗം സമൂഹത്തിന് പ്രയോജനമുള്ളതാണ്, വേറെ ചില വ്യക്തികളുടെ ജീവിതം സമൂഹത്തിന് മൊത്തത്തിൽ പ്രയോജനമുള്ളതാണ്. അഞ്ചാമത്തെ കാറ്റഗറിയിൽ പെടുന്നവര് രാഷ്ട്രത്തിന് പ്രയോജനമുള്ള ജീവിതം. ഒരു പക്ഷേ 2 കോടതിയിലും പരാജയപ്പെട്ടിട്ട് പിൻവാങ്ങിയിരുന്നുവെങ്കിൽ അഞ്ചാമത്തെ കാറ്റഗറിയിൽ ശ്രീ സെൻകുമാറിന് വരാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം അവിടം വരെ എത്തിയത് മാതൃഭൂമിയുടെ അതേ വരിയിലെടുക്കുകയാണെങ്കിൽ 11 മാസത്തെ നിയമയുദ്ധം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിലൂടെയും ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞ് ഗവൺമെന്റ് ചെലവില് അസാധാരണമായിട്ട് ഫീസ് വാങ്ങിക്കുന്ന വക്കീലന്മാരെ വെച്ചിട്ട് പോലും സത്യത്തെ മൂടാൻ സാധിച്ചില്ല, ധർമ്മത്തെയും നീതിയെയും ന്യായത്തെയും മൂടാൻ സാധിച്ചില്ല. മാതൃഭൂമിയിൽ ഒരു വരിയുണ്ട്, അദ്ദേഹം കേസിൽ ജയിച്ചാലും തിരിച്ച് DGP ആക്കണമെന്നുള്ള വിധിയെങ്കിലും വരുത്താതിരിക്കാൻ പറ്റുമോ എന്ന്. ഏതായാലും വരേണ്ടതെല്ലാം വന്നു എന്ന് മാത്രമല്ല, ഒരു കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കേൾക്കേണ്ടതിൽ ഏറ്റവും നിശിത വിമർശനമായിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന വരി കൂടി കേട്ടിട്ടും ഒരു ചളിപ്പുമില്ലാത്ത തൊലിക്കട്ടിയിലൂടെ പോകുന്നവർക്ക്, അവരെ സഹിക്കുന്നവർക്ക്, അവരെ അധികാരത്തിലേറ്റിയവർക്ക്, അവരെ ന്യായീകരിക്കുന്ന പത്രങ്ങൾക്ക്, അവരെ ന്യായീകരിക്കുന്ന മാധ്യമത്തിന്, അവർക്കെതിരെ അതിശക്തമായി സത്യം, ധർമ്മം, നീതി, ന്യായത്തിന്റെ പടവാളേന്തിയവർക്ക് പ്രണാമം, നമസ്കാരം.